ഒരുപാട് മാങ്ങ കിട്ടുന്ന ഈ ഒരു സമയത്തെങ്കിലും നിങ്ങളിത് ചെയ്തു നോക്കണം. അടിപൊളി ടേസ്റ്റ് ആണ്. നല്ലെണ്ണയിൽ കടുക്, ഉലുവ എന്നിവ പൊട്ടിച്ച് വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. കുറച്ച് കറിവേപ്പിലൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കായം പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിലേക്ക് 1/2 കപ്പ് മുതൽ 1/4 കപ്പ് വരെ വിനാഗിരി ചേർത്ത് കൊടുക്കുക. ഇതിന്റെ കൂടെ ഇച്ചുമ എന്ന പേരിലുള്ള 2 ലേഹങ്ങളാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. രണ്ടും ഒന്നിനൊന്ന് മെച്ചാണ് കേട്ടോ. ഇത് ഈത്തപ്പഴം ഉള്ളി ലേഹമാണ്. ഈത്തപ്പഴം ഉള്ളിയും കൂടെ തേങ്ങാപ്പാലിൽ വേവിച്ചെടുക്കുന്ന ഒരു ലേഹമാണ് കേട്ടോ. ഇത് നല്ലോണം നെയ്യൊക്കെ ചേർത്ത് നട്സൊക്കെ ചേർത്ത് ഉണ്ടാക്കിയെടുക്കുന്നതാണ്. പ്രസവിച്ചെടുക്കുന്നവർക്കൊക്കെ വാങ്ങിക്കൊടുക്കാൻ പറ്റിയ കിടിലൻ ലേഹമാണ്. പേറ്റ് ലേഹം മാത്രമല്ല കേട്ടോ, തളർച്ചയും ക്ഷീണമുള്ളവർക്കൊക്കെ ഇത് ഉപയോഗിക്കാൻ പറ്റും. ഇനി ഇത് നട്സ് ലേഹമാണ് കേട്ടോ. മെലിഞ്ഞൊട്ടിരിക്കുന്ന മക്കൾക്കൊക്കെ ഇത് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ബ്ലഡ് ഉണ്ടാവാനും ശരീരം തുടുക്കാനൊക്കെ നല്ലതാണ് കേട്ടോ. കല്യാണം ഉറപ്പിച്ച മക്കൾക്കും സുന്നത്തല്യാണം കഴിച്ച് കിടക്കുന്നവർക്കും എന്ന് വേണ്ട ഏത് പ്രായക്കാർക്കും ഇത് കഴിക്കാട്ടോ. ഈ 1 കിലോന്റെ ബോട്ടിൽ എത്ര പെട്ടെന്നാണ് തീർത്തത്. മക്കൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. അപ്പൊ ഇവരുടെ കോൺടാക്ട് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. 2 ക്യാരറ്റ് ഇതുപോലെ കട്ട് ചെയ്ത് ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. ഇനി ഒരു 2 മാങ്ങ കൂടെ ഇതുപോലെ കനം കുറഞ്ഞ് കട്ട് ചെയ്തെടുത്തതാണ്. അതും കൂടെ ചേർത്ത് കൊടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് എരിവും പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് അടച്ചു വെക്കുക. ചൂടാറിയ ശേഷം എയർ ടൈറ്റ് കണ്ടെയ്നറിലിട്ട് സൂക്ഷിക്കാം. നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. എന്തായാലും ഉണ്ടാക്കി നോക്കണേ.